പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെയാമേ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സഭ അപ്പോസ്തോലിക സഭയല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആദ്യമായിട്ട് സഭ സ്ഥാപിച്ചത് എന്നാണ്? ആരുടെ മേലാണ് സഭ സ്ഥാപിച്ചത്? 16 മുതൽ വായിക്കുമ്പോഴേ നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസാണ് മറുപടി പറഞ്ഞത്. ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അവന് വെളിപ്പെടുത്തി കൊടുത്തത് പിതാവാണ്. മറ്റു 11 പേർ അവിടെ ഉണ്ടായിരുന്നു, അവർക്കാർക്ക് വെളിപ്പെടുത്തി കിട്ടിയില്ല. പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവുണ്ട്, പുത്രൻ അവിടെ ഉണ്ട്. അപ്പോൾ വിശുദ്ധ തൃത്വമാണ് പത്രോസിന് സഭയുടെ ദൃശ്യതലവനായി പ്രഖ്യാപിച്ചത്. ഇതിനെ എതിർക്കുവാൻ ആർക്കാ സാധിക്കുന്നത്? ഏത് നവീകരണ സഭക്കാർക്ക് സാധിക്കും? പത്രോസിൻ്റെ ആ ദൃശ്യ തലവരെന്നുള്ള പദവി സ്വർഗം കൊടുത്തതാണ്. അതിനെ എതിർക്കുവാൻ ഒരു ബന്ധുക്കോസുകാരനോ ഒരു നവീകരണ സഭക്കാരനോ ഒരു പ്രധാന സഭക്കാരനോ ആർക്കും സാധ്യമല്ല. വളച്ചൂട്ടി പലതും പറയാം. പത്രോസ് ഇത് പാറയാകുന്നു, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് ഇത് കീപ്പയാകുന്നു. പത്രോസ് എന്ന് വെച്ചാൽ കീപ്പെന്ന് വെച്ചാൽ കീപ്പെന്ന് വെച്ചാലൊക്കെ പാറയെന്നാണ് അർത്ഥം. ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല, അവസാനം വരെ ഈ സഭയുണ്ടാവും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ ആ വചനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടതെന്ന് പറയുന്നത്. അത് മുഴുവൻ അംഗീകരിക്കാൻ പറ്റില്ല. പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് സത്യവിശ്വാസമാകുന്ന പാറമേൽ എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഏറ്റുപറഞ്ഞ വ്യക്തിക്കാണ് പ്രാധാന്യം. ബന്ധുക്കോസുകാരൻ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾ എന്ന് പറയട്ടെ, അവർ പറയും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്നത്. ആരാ പറയാത്തത്? ആ വിശ്വാസത്തിന്മേലല്ല, ബന്ധുക്കോസുകാരുടെ വിശ്വാസത്തിന്മേലല്ല, ബ്രദറൻ സഭക്കാരുടെ വിശ്വാസത്തിന്മേലല്ല. പത്രോസിനെ ദൃശ്യതലവനായി അംഗീകരിക്കാത്ത ഒരു സഭയും അപ്പോസ്തോലിക സഭയല്ല. പത്രോസിന് മാത്രമേ ഇവിടെ സിംഹാസനമുള്ളൂ. AD 37 അന്ത്യോക്യായിൽ പത്രോസ്ലിയ സിംഹാസനം സ്ഥാപിച്ചു. യെരുശലേമിൽ നിന്ന് സ്തെഫാനോസിന്റെ മരണം മൂലം ചിതറിപ്പോയ ആളുകൾ അന്ത്യോക്യയിലേക്കാണ് പോയത്. യെരുശലേം സഭയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെരുശലേമിലെ ഒരു പ്രത്യേക പാത്രീസ് പദവി നിക്കാസൂരോസ് കൊടുത്തത്. പക്ഷെ പത്രോസ് സിംഹാസനം സ്ഥാപിച്ചത് അന്ത്യോക്യയിലാണ്. ആ അന്ത്യോക്യയിലേക്ക് അറ്റാച്ച് ചെയ്യാത്ത ഒരു സഭയും അപ്പോസ്തോലിക സഭയല്ല. ശ്ലീഹന്മാരെല്ലാവരും സഭ സ്ഥാപിച്ചിട്ടുണ്ട്. പത്രോസ് ഒഴിച്ച് വേറെ ആരും ഒരു മെത്രാപ്പോലീത്തയെ വാഴിച്ചതായിട്ട് അറിയില്ല. ശ്ലീഹന്മാരുടെ കാര്യം പറഞ്ഞു. അവർക്കറിയാമായിരുന്നു പത്രോസിനാണ് എൻ്റെ അധികാരം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി. മത്തായി 17:1 മുതൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മറുരൂപ സമയത്തും യാക്കോബ് യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഏലിയായെയും മോശയെയും തിരിച്ചറിയാൻ
സാധിച്ചത് പത്രോസിനാണ് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ പല ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ സഭ സ്ഥാപിച്ചത് പത്രോസ് ഏറ്റുപറഞ്ഞ ആ ദിവസത്തിലാണ്. പത്രോസിൻ്റെ മേൽ തന്നെയാണ് സഭ പണിതത്. ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഏറ്റുപറഞ്ഞാക്കാണ് അതിൻ്റെ പ്രാധാന്യം. അത് മനസ്സിലാക്കണം. പൗലോസ്ലീഹ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യകാലം മുതൽ പൗലോസ്ലീഹ സഭ സ്ഥാപിച്ചതിന് ശേഷം അന്ത്യോക്യയിലേക്ക് വന്ന പത്രോസിനെ കണ്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭ ഈ ദൃശ്യതലവനായ പത്രോസിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വേദപുസ്തകത്തിലെ തെളിവുകളുണ്ട്, ഞാൻ പറയണ്ട. പിന്നെയുള്ള മിഷനറി യാത്രകൾ ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, 1-2 കൊല്ലം കഴിഞ്ഞിട്ട് എപ്പോഴായാലും പത്രോസിൻ്റെ അടുക്കൽ തിരിച്ചു വന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ സ്ഥാപിച്ച സഭകളെല്ലാം പത്രോസ്ലീഹയുടെ സിംഹാസനത്തോട് കണക്ട് ചെയ്തതാണ്. 140 കോടി ജനമുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. 24 റീത്തുകളുണ്ട്. 24 റീത്തുകളിലായി 140 കോടി ജനമുള്ള കത്തോലിക്ക സഭ അവരുടെ തലവനായി അംഗീകരിച്ചിരിക്കുന്ന AD 325 നിക്കാസിനോദോസ് തീരുമാനപ്രകാരം റോമാ പോപ്പ് പത്രോസ് സിംഹാസനത്തെ 4 ഭാഗിച്ചതിൽ ഒന്നാണ് റോമാ സിംഹാസനം. ആ റോമാ പോപ്പിനോട് കണക്ട് ചെയ്യണവർ, മനസ്സിലാവുണ്ടോ? 140 കോടി ജനങ്ങൾ 24 റീത്തുകളിലായി നിൽക്കുന്നുണ്ടെങ്കിലും ആ 24 റീത്തും അവരുടെ സഭയുടെ തലവനായി അംഗീകരിച്ചിരിക്കുന്ന റോമാ പോപ്പിനെയാണ്. അത് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ? അങ്ങനെ ആ കണക്ഷൻ ഇല്ലാത്ത ഒരു സഭയും അപ്പോസ്തോലിക സഭയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ദേശീയ സഭയുടെ ദൃശ്യ തലവൻ ഒരാളെ ഉണ്ടാവുള്ളൂ, പല ഇടയന്മാരില്ല. ഒരു ദൃശ്യ ഇടയനുള്ളൂ, പല ഇടയന്മാർ ആവശ്യമില്ല. പല ഇടയന്മാരുണ്ട്, അത് വേറെ സഭകൾക്കാണ്. അപ്പോസ്തോലിക സഭകൾക്ക് ഒരു ദൃശ്യ ഇടയനേ ഉള്ളൂ, അത് പരിശുദ്ധ പത്രോസ്ലീഹയാണ്. അദ്ദേഹത്തിൻ്റെ ആ സഭയോട് കണക്ട് ചെയ്തു വരുന്ന സഭകൾ മാത്രമേ അപ്പോസ്തോലിക സഭകളുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.